ഹായ് ഗൈസ്, നമുക്കിവിടെ എങ്ങനെ സാമ്പാർ തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് സാമ്പാർ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇഡ്ഡലിയും നമ്മുടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ടുള്ള സാമ്പാർ ഇതെങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കണ്ടോ സാമ്പാർ എങ്ങനെ ഇരിക്കും, ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാം. കം ഗൈസ്, നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിനുള്ള ചേരുവകൾ 6 കപ്പ് വെള്ളം, പിന്നെ 1 കപ്പ് തൂരപ്പരിപ്പ്, പിന്നെ 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ ടൊമാറ്റോ സ്ലൈസ്, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, കായപ്പൊടി 2.5 ടീസ്പൂൺ, പിന്നെ ടാമറിൻ നമ്മൾ വെള്ളത്തിൽ വെച്ചത്, പിന്നെ കോക്കനട്ട് ഓയിൽ 3.5 ടീസ്പൂൺ, സോൾട്ട്. പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഓണിയൻസും കൂടി ചേർത്തായത്. പിന്നെ താളിക്കാൻ ചേർക്കാൻ നമുക്ക് കറിവേപ്പില, പിന്നെ ഉള്ളി, ഗാർലിക്ക്, പിന്നെ റെഡ് ചില്ലി സ്ലൈസ്ഡ്, കടുക്, പിന്നെ സാമ്പാർ പൊടി. അല്ലാതെ തന്നെ നമ്മൾ ഇടുന്നുണ്ട് സാമ്പാറിൻ്റെ പൊടികൾ. പക്ഷേ സാമ്പാർ പൊടിയും കൂടി ചേർക്കുമ്പോൾ കുറച്ച് ഫ്ലേവേഴ്സ് കൂടി വരും. അപ്പോൾ ഇതെല്ലാം ചേരുവകൾ നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് 1 കപ്പ് തൂരപ്പരിപ്പ് എടുത്ത് കുക്കറിലിടാം. അങ്ങനെ കുക്കറിൽ നമ്മൾ 1 കപ്പ് തൂരപ്പരിപ്പ് എടുത്തു, ഇനി നമ്മൾ അതിൽ മഞ്ഞളും ഉപ്പും ചേർക്കാം. നമ്മളിതിൽ 6 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ നമ്മൾ അടിച്ചു വെച്ചിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുമ്പോൾ അത് ടേൺ ഓഫ് ചെയ്തിട്ട് പിന്നെ 4 വിസിൽ വരുന്ന വരെ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ 4 വിസിൽ, ടോട്ടൽ ഒരു 5 വിസിൽ. ഇത് ഞാൻ കുക്കർ അടിച്ചു വെക്കാം. പരിപ്പ് തയ്യാറാക്കുന്ന വിധം നമുക്കറിയാമല്ലോ. വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താളിച്ചുണ്ടാക്കാം. അതിന് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കണം. വിസിലിവിടെ വന്നുകൊണ്ടിരിക്കുക. ഇച്ചിരി കോക്കനട്ട് ഓയിൽ ചേർത്ത് നമുക്ക് താളിച്ച് ചേർക്കാനായിട്ട്. പിന്നെ ചൂടാകുന്ന വരെ നമുക്കത് ചൂടായിട്ട് വേണം കടുക് ഇടാൻ. ഇച്ചിരി ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും റെഡ് ചില്ലിയും കരിവേപ്പിലയും ഗാർലിക്കും ഒക്കെ ഇടാം. നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ടിടണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പാർ മസാല പൊടി 1 സ്പൂൺ ഇടാം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇതൊരു വിസിൽ വരുന്ന വരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. ടോട്ടലി നമ്മൾക്ക് ഇതിൽ ഒരു 5 വിസിൽ വരണം. അപ്പോൾ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അങ്ങനെ വിസിലിൻ്റെ കണക്കനുസരിച്ച് വേണം നമ്മൾ ഇത് സാമ്പാർ തയ്യാറാക്കാൻ. ഇത് മൂത്ത് വരുന്നുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ വിസിൽ വന്നു. ഇപ്പോൾ വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ചെറിയ ഫ്ലെയിമിലാക്കണം. ഇനി ഇവിടെ നമ്മൾ ഇത് തയ്യാറാക്കി വരണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 സ്പൂണ് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാമ്പാർ പൊടി ഇടണം. ഇത് ഗ്രാമയുടെ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ ഇടാം. ഇവിടെ സാമ്പാർ പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്.
നമുക്ക് ഇത് രണ്ടാമത്തെ വിസിലിന് വേണ്ടി രണ്ട് വിസിൽ കഴിഞ്ഞു. ഇനി ബാക്കി 2-3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിസിൽ അത് ടോട്ടൽ 5 വിസിൽ വന്നിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പ്രഷർ ലോ ആയിട്ട് വേണം, പ്രഷർ റിലീസ് ആയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യുന്ന വരെ നമുക്ക് പരിപ്പ് നല്ലപോലെ വെന്ത് വരും. ഇനിയും അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അത് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിടാം. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇപ്പം ഇടാം. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിടാം. 2 ചില്ലി സ്ലൈസ്ഡ് ഇടാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈസ് ചെയ്ത് ചില്ലിയാ, എരി വരാതിരിക്കാൻ. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ചേർക്കാം. ഇനി ബാക്കിയുള്ള സ്പൈസസ് ചേർക്കാൻ നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ ഇടാം. ഇത് കൊറിയാൻഡർ പൗഡർ നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1.5 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പിന്നെ ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ അടുപ്പ് ഉപയോഗിക്കാതെ ഈ അടുപ്പ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെന്തു പോവും. ഇനി ഇത് അടിച്ചു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് നമുക്ക് 25 മിനിറ്റ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർക്കാം, കാരണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനിയും നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഇനി പുളി, ടൊമാറ്റോയും ഉപ്പും കൂടി ചേർക്കാം. എല്ലാം ഇവിടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ വീണ്ടും ഉപ്പും ചേർത്തു. അപ്പം ടോട്ടൽ നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് 3.5 ടീസ്പൂൺ ആയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ സാമ്പാറിൽ. ആദ്യം നമ്മൾ ദാല് വേവിക്കാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. പിന്നെ രണ്ടാമത് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. പിന്നെ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുളിയുടെ കൂട്ട് 1 ടീസ്പൂൺ ഇട്ടു. അങ്ങനെ ടോട്ടൽ എല്ലാം ഒരു 3.5 ടീസ്പൂൺ ആ ഉപ്പ് ചേർക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ആ കണക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഈ താളിച്ചൊന്ന് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിവിടെ താളിച്ച് ചേർത്തു. അങ്ങനെ നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടാക്കാം. ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ടാക്കി. അങ്ങനെ നമ്മൾ രുചികരമായിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.